ചിക്കൻ വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഇന്നും നാളെയായിട്ട് തീർക്കുന്നതാണ്. കുറേ ദിവസം വെക്കുന്നതാണെങ്കിൽ നമുക്ക് എള്ളെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന എണ്ണ പിന്നെ വേണ്ടുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ചധികം കറിവേപ്പിലയും, പിന്നെ ഒരു കപ്പ് തേങ്ങയും. ഇതെല്ലാം വറുത്തിട്ടെടുക്കണേ. ഞാൻ മാക്സിമം എണ്ണ കുറച്ചിട്ട് വറുത്തിട്ട് എടുക്കാം. നമ്മൾ ഒന്നൊന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഞാൻ മാരിനേറ്റ് ചെയ്തതും കാശ്മീരി ചില്ലിയാണ്. എരിവുള്ള മുളക് ഒരു 2 എണ്ണ എടുത്തിട്ടുള്ളൂ. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിലാണ്. ഇതങ്ങനെ ഇതുപോലെ എല്ലാം ഇനി സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഗോൾഡൻ കളറാക്കി എടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി നല്ല ശരിക്ക് ഗോൾഡൻ കളറാക്കി എടുക്കണേ. കറിവേപ്പില, മുളകൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് അരക്കൂല. നമുക്ക് തേങ്ങയുടെ തേങ്ങയും ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വറുക്കണേ. ഇതിൽ ഞാൻ 1/2 ടീസ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂണ് കുരുമുളകും. വെളിച്ചെണ്ണ ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടില്ല. വെളിച്ചെണ്ണ വേണ്ടുന്നവർക്ക് കുറച്ച് നല്ലോണം ഉപയോഗിച്ചിട്ട് നല്ലോണം വറുത്തെടുക്കാം. മാക്സിമം വെളിച്ചെണ്ണ കുറച്ചിട്ടാണ് എടുത്തത് കേട്ടോ. ഓയിൽ മാക്സിമം കുറച്ചിട്ട് നമ്മളെല്ലാം വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണേ. അത് പൾസ് ചെയ്ത് എടുക്കേണ്ടതാണ്. അത് നമുക്ക് മുളകും ഇതെല്ലാം ഇടുക. ഇത് നമ്മളൊന്ന് പൾസ് ചെയ്തിട്ട് എടുത്തുക. ഇനി നമുക്ക് ചിക്കൻ ഇടുക. ചിക്കനെല്ലാം ഞാൻ മാക്സിമം എണ്ണ കുറച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അതിന് നമുക്ക് ചിക്കൻ ഇതിലേക്കിടാം. ചിക്കൻ ഞാൻ ഇതുപോലെ പൾസ് ചെയ്തെടുത്തു. അതിന് നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് ഇടേണ്ടത്. തേങ്ങ ഞാൻ ഗോൾഡൻ കളറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ പ്രത്യേകമായിട്ട് ഇട്ടിട്ടില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം ഇട്ടിന് ഉപ്പ്. പിന്നെ സവാളയിലും കുറച്ച് ഉപ്പിട്ടിന്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചമ്മന്തി റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.